ഹലോ സ്റ്റുഡൻസ്, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസിലെ തന്നെ ഡോവർ ബീച്ച് എന്ന് പറയുന്ന മാത്യു അർണോൾഡിൻ്റെ പോമാണ്. ഇനി മാത്യു അർണോൾഡ് നോക്കാം. മാത്യു അർണോൾഡ് 1822 ടു 1888 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് പോയറ്റായിരുന്നു, കൾച്ചറൽ ക്രിട്ടിക്കായിരുന്നു, സ്കൂൾ ഇൻസ്പെക്ടറായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പോമിൽ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഗാഢമായിട്ടുള്ള തോട്ട്സും അതുപോലെ തന്നെ പേഴ്സണൽ ഫീലിങ്സും ഫിലോസഫിക്കൽ ഐഡിയാസും ഇതെല്ലാമായിരുന്നു അതിൽ നിറഞ്ഞുണ്ടായിരുന്നത്. സാധാരണ രീതിയിൽ ഒരു കഥ പറയുന്നതോ അല്ലെങ്കിൽ ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള പോയട്രി ആയിരുന്നില്ല. ഇത്തരത്തിലുള്ള പോയട്രീസിൽ കൂടുതലും ഇമോഷൻസ്, തോട്ട്സ്, ഇന്നർ എക്സ്പീരിയൻസസ് ഇതിനൊക്കെയാണ് പ്രാധാന്യം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള റിഫ്ലക്റ്റീവ് ആൻഡ് തോട്ട്ഫുൾ പോയട്രിക്ക് പേര് കേട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മാത്യു അർണോൾഡ്. അങ്ങനെ അർണോൾഡ് ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്തത് എന്തിനെക്കുറിച്ചായിരുന്നു? സയൻസിൻ്റെ വളർച്ച, ഇൻഡസ്ട്രിയലൈസേഷൻ, മെറ്റീരിയലിസം പോലെയുള്ള കാര്യങ്ങളുടെ വളർച്ചയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ നഷ്ടപ്പെടലും, ലോസ് ഓഫ് ഫെയ്ത്ത്, നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ കൺസേൺ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഇത് ഏത് എറയിലാണ്? വിക്ടോറിയൻ എറയിലാണ്. വിക്ടോറിയൻ എറ എന്ന് പറയുന്നത് 1837 ടു 1901 ആണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സൊസൈറ്റിയിലാണെങ്കിലും റിലീജിയനിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും വളരെ മേജർ ചേഞ്ചസ് വന്നൊരു ടൈമായിരുന്നു നമ്മുടെ വിക്ടോറിയൻ എറ എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ മാത്യു അർണോൾഡ് കൺസേൺ ചെയ്തിരുന്നത്. പിന്നെ അർണോൾഡ് വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു? ആളുകൾ ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസ് വാല്യൂസിൽ നിന്നും അവരുടെ കണക്ഷൻസിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കൾച്ചറിനെ തിരിച്ച് നമ്മളുടെ ഈ സൊസൈറ്റിയിലേക്ക് ഈ ഒരു റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പോയട്രിക്ക് മാത്രമേ കഴിയുള്ളൂ, ആ ഒരു ഡെപ്ത് കൊണ്ടുവരാൻ എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിലധികവും ദുഃഖം അല്ലെങ്കിൽ സംശയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ഈ മാറുന്ന ലോകത്ത് അർത്ഥം തേടിയുള്ളൊരു യാത്ര, ഇതെല്ലാമാണ് കൂടുതലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അർണോൾഡിൻ്റെ ഈ ഡോവർ ബീച്ച് എന്ന് പറയുന്ന പോയത്തിൽ അദ്ദേഹം എന്തിനാണ് കൾച്ചറൽ ക്രിട്ടിക്ക് ചെയ്യുന്നത്? ഈ ഒരു വിശ്വാസത്തിൻ്റെ നഷ്ടത്തെയും അതുപോലെ തന്നെ ഈ വിക്ടോറിയൻ ഏജിൽ നമ്മൾ പറഞ്ഞല്ലോ റൈസ് ഓഫ് സയൻസ്, ഇതൊക്കെ കാരണം നമ്മൾ ട്രഡീഷണൽ റിലീജിയസ് വാല്യൂസിൽ നിന്നും വിട്ടുവിട്ട് പോവുകയാണെന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നമ്മളെ വോൺ ചെയ്തു തരികയാണ്, ഈ ലോകം സ്പിരിച്വലി എംപ്റ്റി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ എംപ്റ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, തീരെ ആത്മീയത ഇല്ലാതെയായി മാറുകയാണ്. അതുപോലെ തന്നെ ആളുകൾ കൂടുതലും എന്തിൽ റിലൈ ചെയ്യണം? ലവ്വിൽ, അതുപോലെ പേഴ്സണൽ ട്രൂത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ റിലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു വിശ്വാസമോ ഈ ഒരു സ്പിരിച്വലി എംപ്റ്റി ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്നത് എന്താ? വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു സൊസൈറ്റി. അപ്പോൾ ആളുകൾ എന്തിലാണ് നമ്മൾ എന്താ പറയുക, എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിലൈ ചെയ്യേണ്ടത്? സ്നേഹത്തിലോ പേഴ്സണൽ ട്രൂത്തിലോ ആണ് എന്നുള്ളതാണ്. സ്നേഹത്തിലും പരമമായിട്ടുള്ള സത്യത്തിലും ആണ് നമ്മൾ റിലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് പോമിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അർണോൾഡ് ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ രാത്രി കാലത്തുള്ള ആ ഒരു കടലിൻ്റെ പീസ്ഫുൾനെസ്സിനെ പറഞ്ഞുകൊണ്ടാണ്. ദ സീ ഈസ് കാം ടു നൈറ്റ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ കാം സർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പീസിനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണമെന്നില്ല. കാരണം പിന്നീട് നമ്മളുടെ ഈ ഒരു കവിതയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഇമോഷണൽ അൺഈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന സീ ഈസ് കാം ടു നൈറ്റ് വായിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു ഓപ്പോസിറ്റ് ആയിട്ട് തോന്നാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒരു കാംനെസ്സിന് പിന്നിലും ചില അൺസ്പോക്കൺ ആയിട്ടുള്ള പറയാത്ത ചില ചിന്തകളോ അല്ലെങ്കിൽ മറച്ചു വെച്ച ചില വിഷമങ്ങളോ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ കൂടുതൽ ഈ പോയത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അടുത്തത് ദ ടൈഡ് ഇസ് ഫുൾ, ദ മൂൺ ലൈസ് ഫെയർ എന്ന് പറയുന്നത് ഈ ടൈഡ്, ഈ ഒരു തിരമാല എന്താണ്, അതിൻ്റെ ഒരു ഹൈറ്റിൽ നല്ല ഹയസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. മൂണാണെങ്കിൽ വളരെ ഭംഗിയിലാണ് ഷൈൻ ചെയ്യുന്നത്. അപ്പം നേച്ചർ വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. എന്നാൽ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് സർഫേസിൽ മാത്രമാണ്. ഈ ഒരു ബ്യൂട്ടി എന്ത് ചെയ്യുന്നില്ല, ലാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അർണോൾഡ് പിന്നീട് റിവീൽ ചെയ്യുന്നുണ്ട്, ഈ ബ്യൂട്ടിക്ക് പുറകിൽ എന്തുണ്ട്? ഒരു സെൻസ് ഓഫ് ലോസ് ആൻഡ് സോറോ ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് റിവീൽ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത വരിയിൽ അപ്പോൺ ദ സ്ട്രെയ്റ്റ്സ് ഓൺ ദ ഫ്രഞ്ച് കോസ്റ്റ് ദ ലൈറ്റ് എന്ന് പറയുന്നതിൽ സ്പീക്കർ ഇങ്ങനെ ദൂരത്തേക്ക് നോക്കുകയാണ്. അവിടെ ഫ്രഞ്ച് കോസ്റ്റിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നത് കാണാം. അങ്ങനെ ഇതെന്താ കാണിക്കുന്നത്?
ആളുകൾ എങ്ങനെയാണ് അക്രോസ് ടൈം ആൻഡ് സ്പേസ് അവരുടെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് കണക്ട് ചെയ്യുന്നത്, അതിനെ സിംബലൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വിദൂരത്തിലുള്ള ഒരു പ്ലേസിനെ അവിടെ നിന്ന് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കത്തുന്നതിനെ ഒക്കെ സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വരിയിലാണെങ്കിലോ, ഗ്ലീംസ് ആൻഡ് ഇസ് ഗോൺ ദ ക്ലിഫ്സ് ഓഫ് ഇംഗ്ലണ്ട് സ്ട്രാൻഡ്. അപ്പോൾ ലൈറ്റ് ഇവിടെ എങ്ങനെയാണ് വളരെ ചെറുതായിട്ടാണ് കത്തുന്നത്, എന്നിട്ട് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്ത് പോകുന്നുണ്ട്. കാണിക്കുന്നത് എത്ര ക്ഷണികമാണ് അത്തരത്തിലുള്ള ഭംഗികൾ എന്നുള്ളതാണ്, എത്ര ടെമ്പററി ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേസമയം ദ വൈറ്റ് ക്ലിഫ്സ് ഓഫ് ഡോവർ സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സോളിഡ്. അതായത് നമ്മളുടെ ഇംഗ്ലണ്ടിലുള്ള ഈ ഒരു ഡോവറിലെ ആ ഒരു വൈറ്റ് വെള്ള കളറുള്ള ആ ഒരു മലനിരകളൊക്കെ വളരെ സോളിഡായിട്ട് സ്റ്റിഫായിട്ട് ഹ്യൂജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് കാണിക്കുന്ന ആ ഒരു പെർമനൻസിനെയാണ്, അതവിടെ സോളിഡായിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു സ്റ്റാൻഡിങ് എന്തിനു സജസ്റ്റ് ചെയ്യുന്നു, ആ ഒരു ക്ലിഫിൻ്റെ ആ ഒരു സ്റ്റാൻഡിങ് ആ ഒരു ലോൺലിനെസ്സിനെ അല്ലെങ്കിൽ ഐസൊലേഷനെയും കൂടെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ പോയത്തിൻ്റെ പിന്നീടുള്ള വരികൾ നോക്കുമ്പോഴാണ്. തൽക്കാലം ഇങ്ങനെ നോക്കി വെക്കുക, ഇതൊക്കെയാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ ആ ഒരു ക്ലിഫ് എങ്ങനെയാണ് ഫെയിൻ്റായിട്ട് ഗ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹ്യൂജായി ഇങ്ങനെ ആ ഒരു സ്റ്റിൽനെസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അർണോൾഡ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു നേച്ചറിൻ്റെ ആ ഒരു വാസ്റ്റ്നെസ് പോലും എങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇദ്ദേഹത്തിനെ വളരെ സ്മോളായിട്ടാണ് നമ്മുടെ സ്പീക്കറിന് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തൻ്റെ ചുറ്റുമുള്ള ഈ ഒരു സ്റ്റിൽനെസ്സിന് അദ്ദേഹത്തിന് എങ്ങനെയാണ് കൂടുതലും പീസ്ഫുൾ എന്നതിലുപരി കുറേ ഹോണ്ടിങ് ആയിട്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. അടുത്ത വരിയിൽ കം ടു ദ വിൻഡോ സ്വീറ്റ് ഈസ് ദ എയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയനിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറയാം, ഈ കമ്പാനിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫോ ലവറോ ആരും വേണമെങ്കിലും ആവാം. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റ് തൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ, ഈ ഒരു നൈറ്റിലെ ഈ ഒരു സ്വീറ്റ് എയറിനെ ആസ്വദിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാംനെസ്സിൻ്റെ ആ ഒരു ബ്യൂട്ടി അവരുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ സ്പീക്കർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കം ടു ദ വിൻഡോ എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കുറച്ചുകൂടെ ഡാർക്കറായിട്ടുള്ള എന്തോ ഒരു സത്യമാണ് അയാൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ എന്താ പറയുക, അദ്ദേഹത്തിന് ഒരു കംഫേർട്ട് വേണം. ആ കംഫേർട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ ആളെ പിടിച്ച് കൂടെ നിർത്തുന്നത്. അടുത്തത് ഓൺലി ഫ്രം ദ ലോങ് ലൈൻ ഓഫ് സ്പ്രേ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അർണോൾഡ് ആ ഒരു ടോൺ ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. അദ്ദേഹം പറയുന്നത് എന്താ, എസൈഡ് ഫ്രം ദ ഈ ഒരു ലവ്ലി സൈറ്റ്സും ഈ ഒരു രാത്രിയുടെ ഈ ശബ്ദങ്ങൾ, ഈ സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾക്കൊക്കെ പുറമെ വേറൊരു കാര്യം കൂടെ കാണാം. അതെന്താണ്, നമ്മുടെ ഈ വേവ്സ് ഷോറിൽ ഇങ്ങനെ തട്ടി വൈറ്റ് സ്പ്രേ അങ്ങനെ ഒരു സ്പ്രേ ആയി ചെയ്ത് പോകുന്ന ആ ഒരു സൗണ്ട്, അതും കൂടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ലോങ് ലൈൻ എന്ന് പറയുന്ന ഒരു വാക്കുകൂടെ പറഞ്ഞു, ലോങ് ലൈൻ ഓഫ് സ്പ്രേ. അപ്പോൾ ഈ ലോങ് ലൈൻ എന്ന് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കടലിൻ്റെ ഈ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്വഭാവത്തെയാണ് ലോങ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തോ ടൈംലെസ് ആയിട്ടുള്ള, കാലാതീതമായിട്ടുള്ള, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള എന്നൊക്കെയുള്ള രീതിയിൽ സിംബലൈസ് ചെയ്യുന്നതാണ്. അതുപോലെ അടുത്ത ലൈൻ എന്താ, വേർ ദ സീ മീറ്റ്സ് ദ മൂൺ ബ്ലാഞ്ച്ഡ് ലാൻഡ്. അതായത് ഈ മൂൺലൈറ്റ് തട്ടിയിട്ട് ഈ തീരം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു പെയിലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് വളരെ എന്താ പറയുക, ഒരു ഗോസ്ലി അല്ലെങ്കിൽ ഒരു അതർ വേൾഡ്ലി ലുക്കൊക്കെയാണ് ഇതിന് തരുന്നത്. അപ്പോൾ ഈ ഒരു സീയും ലാൻഡും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതൊരു സിംബോളിക് സ്പേസ് ആണ്. അതിനെ എങ്ങനെ പറയുന്നത്, ബിറ്റ്വീൻ ദ നോൺ ആൻഡ് അൺനോൺ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച്, അല്ലെങ്കിൽ ഔട്ടർ ബ്യൂട്ടി ആൻഡ് ഇന്നർ ഇമോഷൻ, ഈ രീതിയിലാണ് അതിനെ സിംബലൈസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കടൽ വന്ന് ആ തിരകൾ വന്ന് ലാൻഡിൽ തട്ടുന്നുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് നോൺ ആൻഡ് അൺനോൺ, നമുക്ക് അറിയുന്നതായിട്ടും അറിയാത്തതായിട്ടുമുള്ള കാര്യങ്ങളുടെ ഇടയിലുള്ള ഒരു വരയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് പോയിൻ്റ് ആയിട്ട്, അതല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച്. ഇവിടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താ, ലാൻഡാണ് സ്റ്റേബിളായി നിൽക്കുന്നത്. ചേഞ്ച് എന്ന് പറയുന്നത് തിരകൾ അല്ലെങ്കിൽ സീ ആണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെയും ആ ഒരു സ്ഥിരതയുടെയും ഇടയിലുള്ള ആ ഒരു മീറ്റിംഗ് പോയിൻ്റ്, അതല്ലെങ്കിൽ ഔട്ടർ ബ്യൂട്ടി ആൻഡ് ഇന്നർ ഇമോഷൻ. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്താ, സർഫേസിലുള്ള ബ്യൂട്ടി, നൈറ്റിൻ്റെ ആ ഒരു ബ്യൂട്ടി, ആ എയറിൻ്റെ ഒരു സോഫ്റ്റ് എയർ, അല്ലെങ്കിൽ സീയുടെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സ്പ്രേയും കാര്യങ്ങളെല്ലാം പറഞ്ഞു, ആ ഒരു ബ്യൂട്ടി എല്ലാം പറഞ്ഞു. അപ്പോൾ ആ ഒരു ഔട്ടർ ബ്യൂട്ടിക്കും പുറകിലുള്ള ആ ഒരു ഇന്നർ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം സിംബലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു മീറ്റിംഗ് പോയിന്റ്, വെൻ ദ സീ മീറ്റ്സ് ദ മൂൺ ബ്ലാഞ്ച്ഡ് ലാൻഡ് എന്ന് പറയുന്നത്.
പിന്നെ അടുത്ത ഒരു ലൈനിൽ എന്താ പറയുന്നത്, ലിസൺ യു ഹിയർ ദ ഗ്രേറ്റിംഗ് റോർ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാർഷ് സൗണ്ടിലേക്കാണ് നമ്മളുടെ അറ്റൻഷൻ അർണോൾഡ് കൊണ്ടുവരുന്നത്. ഇതുവരെ സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ റഫ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അതെന്താ, ഈ തിരമാലകൾ ഷോറിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു റഫ് നോയ്സ്, അതിനെയാണ് ഗ്രേറ്റിംഗ് റോർ എന്ന് പറയുന്നത്. ഗ്രേറ്റിംഗ് റോർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു പീസ്ഫുൾ മൂഡിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്തോ ട്രബിളിങ് ആയിട്ടുള്ള കാര്യം ഈ ഒരു പീസ്ഫുൾ മൂഡിൻ്റെ പുറകിലുണ്ട്, അല്ലെങ്കിൽ അത് വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോയറ്റിന് ഫീൽ ചെയ്യുന്ന ഒരു ഇന്നർ ടെൻഷനെ കൂടെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്തു തരുന്നത്. അടുത്ത ലൈനിൽ എന്താ പറയുന്നത്, ഓഫ് പെബിൾസ് വിച്ച് ദ വേവ്സ് ഡ്രോ ബാക്ക് ആൻഡ് ഫ്ലിങ്. അപ്പോൾ ഈ സീയിൽ എന്താണ്, ഈ കടലിലെ തിരമാലകൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ കല്ലുകളെ, പെബിൾസിനെ എല്ലാം എന്ത് ചെയ്യുന്നു, തീരത്തേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ പിന്നിലേക്ക് പോകുന്നു, വീണ്ടും തീരത്തേക്ക് എറിയുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനെ കാണിക്കുന്നത്, ഇതൊരു വയലൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആക്ഷനാണ്. ഇത് നമ്മളുടെ ലൈഫിൻ്റെ പുൾ ആൻഡ് പുഷിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇമോഷൻസ്, സ്ട്രഗിൾസ്, ഡിസപ്പോയിൻമെൻറ്റ്സ്, ഇത്തരത്തിലുള്ള ജീവിതത്തിനെ പുഷ് ചെയ്യുന്ന കാര്യങ്ങളെയാണ്, ഇത്തരത്തിലുള്ള എൻഡ്ലെസ് ആയിട്ടുള്ള പുൾ ആൻഡ് പുഷിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ പെബിൾസിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും, ആളുകളായിട്ട് അവരെന്താണ് ആകെ ഹെൽപ്ലെസ് ആയി നിൽക്കുക. കാരണം അവരെ ബാധിക്കുന്ന എന്തൊക്കെയോ വലിയ വലിയ ശക്തികളുണ്ട്, അത് അവർക്ക് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളിൽ അവർ കൂടുതൽ പെട്ടുപോവുകയാണ്. അപ്പോൾ അതിനെയൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തതിൽ അറ്റ് ദെയർ റിട്ടേൺ അപ്പ് ദ ഹൈ സ്ട്രാൻഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ വേവ്സ് തിരിച്ചു വരുന്ന സമയത്ത് നല്ലൊരു റഫായിട്ടാണ് ഈ പെബിൾസ് വന്ന് ബീച്ചിലേക്ക്, ഈ ഒരു ലാൻഡിലേക്ക് തട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ഈ സൈക്കിളിൻ്റെ ഒരു പീക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ വളരെയധികം ഡിസ്കംഫേർട്ട് തരുന്ന ഒരു പീക്കിലെത്തി നിൽക്കുകയാണ്. അതായത് അവിടെ കൂടുതലും നോയ്സും ഡിസ്റപ്ഷനും മാത്രമാണുള്ളത്. അവിടെ എന്താ പറയുക, നമ്മളുടെ കംപ്ലീറ്റ് സമാധാനം പോയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റാണ് അവിടെ കാണിക്കുന്നത്. ബിഗിൻ ആൻഡ് സീസ് ആൻഡ് ദെൻ എഗെയിൻ ബിഗിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ കാണിക്കുന്നത്, ഈ ഒരു വേവിൻ്റെ ഈ ഒരു മൂവ്മെൻ്റ് എന്താ, ഒരിക്കലും അവസാനിക്കാത്ത മൂവ്മെൻറ്റാണ്. ഇത് തുടങ്ങുന്നു, പിന്നെ നിർത്തുന്നു, പിന്നെയും തുടങ്ങുന്നു, അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. ഇത് റെസ്റ്റ്ലെസ് ആണ്. അതിൻ്റെ ആ ഒരു റെസ്റ്റ്ലെസ്സിനെയാണ് ഈ ഒരു വേവ്സിൻ്റെ മൂവ്മെൻ്റ് കൊണ്ട് കാണിച്ചു തരുന്നത്. അതായത് നമ്മളുടെ തോട്ട്സും നമ്മളുടെ വെറീസും എങ്ങനെയൊക്കെയാണ് വീണ്ടും ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ സഫറിങ്ങിൻ്റെ ഈ ഒരിക്കലും അവസാനിക്കാത്ത ഈ ഒരു സൈക്കിൾ, എൻഡ്ലെസ് സൈക്കിൾസ് ഓഫ് ഹ്യൂമൻ സഫറിങ്, ഇതിനെയെല്ലാമാണ് നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത്. വിത്ത് ട്രെമുലസ് കാരൻ സ്ലോ ആൻഡ് ബ്രിങ്. അപ്പോൾ ഇവിടെ ഈ വേവ്സിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു അൺസേർട്ടൈൻ ആയിട്ടുള്ള ഒരു റിതമുള്ള ട്രെംബ്ലിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അതായത് ഇത് ഒട്ടും തന്നെ ലൗഡോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളോ അല്ല, സ്ലോ ആണ്. അതുപോലെ വേവറിങ് ആയിട്ടുള്ള സൗണ്ടാണ്. അതായത് ആരോ നല്ല ക്വയറ്റായിട്ട് നല്ല പതിഞ്ഞ ശബ്ദത്തിൽ കരയുന്ന അല്ലെങ്കിൽ തേങ്ങുന്ന പോലെയാണ് ഈ ഒരു സൗണ്ട് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ അർണോൾഡ് പറയുന്നത് എന്താ, ഈ ഒരു റിതം എന്ത് ചെയ്യുന്നില്ല, നമ്മളെ സൂത് ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഉള്ളിൽ, അതായത് നമ്മുടെ സ്പീക്കറിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തെയാണ് വീണ്ടും അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, എന്തോ വേദനിക്കുന്ന ഒരു കാര്യത്തെയാണ് ഈ സൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൈൻ നോക്കൂ, ദ എറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ് ഇൻ എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റത്തെ ഏറ്റവും മേജർ ഇമോഷണൽ റിവിലേഷൻ ഈ പോയമിൽ. അപ്പോൾ ഈ വേവ്സ് അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, ഒരിക്കലും എന്താ പറയുക, മറക്കാനാവാത്ത ടൈംലെസ് ആയിട്ടുള്ള എന്തോ ഒരു സോറോനെ, എന്തോ ഒരു വിഷമത്തെയാണ് ക്യാരി ചെയ്യുന്നത് ഈ ഒരു തിരമാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഡ്നെസ് എന്താണ്, ഈ ജീവിതം മൊത്തം അല്ലെങ്കിൽ ഈ കാലങ്ങൾ മൊത്തം എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു വിഷമമാണ്, ഒരു സാഡ്നെസ് ആണ്. അപ്പോൾ ഈ എറ്റേണൽ നോട്ട് എന്ന് പറയുന്നത് നേച്ചറിനെ മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല, നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ കൂടെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അതായത് എത്രയൊക്കെ ഭംഗിയിലാണ് ലോകം അല്ലെങ്കിൽ ഭൂമി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും എല്ലാത്തിനും പുറകിലും ഒരു സോറോ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് പിന്നീടുള്ള നമ്മളുടെ ഈ ഒരു പോയത്തിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അടിത്തറ സെറ്റ് ചെയ്ത് തരുന്നത്.
അടുത്ത ലൈനിൽ സൊഫോക്കിൾസ് ലോങ് ഇഗോ എന്നാണ് പറയുന്നത്. ഇവിടെ സൊഫോക്കിൾസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഗ്രീക്ക് പ്ലേ റൈറ്റ് ആണ്, ആൻഷ്യൻ ഗ്രീക്ക് പ്ലേ റൈറ്റ് ആണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അർണോൾഡ് അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈൻ പറയുന്നത് എന്താണ്, ആ ഒരു മോഡേൺ വേൾഡും പഴയ പാസ്റ്റിലെ ആ ഒരു വേൾഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കാണിക്കുന്നത്. സൊഫോക്കിൾസിനെ മെൻഷൻ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഇമോഷണൽ എക്സ്പീരിയൻസ് എന്തോ ഒരു ക്ലാസിക്കൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യവുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണ്. സജസ്റ്റിംഗ് ദാറ്റ് എന്താ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ സഫറിങ് എന്ന് പറയുന്നത് ഏത് കാലത്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് സോഫോക്കിൾസ് ജീവിച്ചിരുന്ന ആ നൂറ്റാണ്ടുകൾ പഴക്കം അല്ലെങ്കിൽ 2000 വർഷങ്ങളോളം പഴക്കമുള്ള ആ കാലത്താണെങ്കിലും ഇന്നത്തെ മോഡേൺ വേൾഡിലാണെങ്കിലും മനുഷ്യർ ഇന്നും സഫർ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ സഫറിങ് ഓൾവേസ് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ലൈനിൽ എന്താ പറയുന്നത്, ഹേർഡ് ഇറ്റ് ഓൺ ദ ഈഗൻ ആൻഡ് ഇറ്റ് ബ്രോട്ട്. അതായത് അർണോൾഡ് എന്താ പറയുന്നത്, ഈ സൊഫോക്കിളും ഈ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടാകും. അതായത് ഈ ഒരു സീയുടെ ഈ ഒരു സൗണ്ട് സൊഫോക്കിൾസ് കേട്ടിട്ടുണ്ടാകും. ഏത് സീ, ഏഗൻ എന്ന് പറയുന്ന സീ ഉണ്ട്, അത് ഗ്രീസിലുള്ളതാണ്. അപ്പോൾ ഈ ഏഗൻ എന്ന് പറയുന്ന സീ ഉണ്ടാക്കി ഇതുപോലത്തെ സൗണ്ട് സൊഫോക്കിൾസും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ സീ ഉണ്ടാക്കുന്ന ഈ സൗണ്ട് സൊഫോക്കിളുടെ മൈൻഡിനെയും അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെയും ചഞ്ചലപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ഈ സെയിം നാച്ചുറൽ സൗണ്ട് എന്ത് ചെയ്യുന്നു, സെയിം ഡീപ്പ് ഫീലിങ്സ് ആണ് അക്രോസ് ദ ടൈം ആൻഡ് ഹിസ്റ്ററി രണ്ടാളിലും ഒരുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരേ ഇമ്പാക്റ്റാണ് ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കാലഘട്ടം, രണ്ട് വിദൂരമായിട്ടുള്ള കാലഘട്ടങ്ങളെ അദ്ദേഹം ഈ ഒരു എന്താ പറയുക സോറോയിലൂടെ കണക്ട് ചെയ്യാണ്. കാരണം രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളാണെങ്കിലും അതിലെന്തുണ്ട്, ഈ സോറോനെസ് കോമൺ ആണ് എന്നുള്ളതാണ്. അടുത്തത് ഇൻ ടു ഹിസ് മൈൻഡ് ദ ടർബിഡ് എബ് ആൻഡ് ഫ്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് സൊഫോക്കിൾസ് ഈ ഒരു സീൻ്റെ ശബ്ദം കേട്ടിട്ട് ആ കാര്യങ്ങളെ ഓരോ കാര്യങ്ങളെ ഓർക്കുന്നത് എന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന റൈസ് ആൻഡ് ഫോൾ, ആ ഒരു അൺക്ലിയർ ആയിട്ടുള്ള പല അവസ്ഥകൾ, ഇതെല്ലാം. അതായത് ഇവിടെ ടർബിഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ളത് എന്നാണ്. അതായത് എന്തോ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഇമോഷണൽ ടർമോയിലോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അർണോൾഡ് പറയുന്നത് എന്താ, എത്രത്തോളം അൺസ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ഹ്യൂമൻ ലൈഫ് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഈ സൊഫോക്കിൾസിന് മനസ്സിലായത്, ഈ സീയുടെ ഈ ഒരു സൗണ്ടിലൂടെയാണ് എന്നാണ് അർണോൾഡ് പറയുന്നത്. അതായത് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും എന്താണ്, ഹോപ്പിൻ്റെയും ഡെസ്പെയറിൻ്റെ ഇടയിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് തിരമാലകൾ ഇങ്ങനെ വന്ന് വരുന്നതും പോകുന്നതും പോലെ എന്താണ്, ഹോപ്പും ഡെസ്പെയറും ഹ്യൂമൻ ലൈഫിൽ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഓഫ് ഹ്യൂമൻ മിസറി എന്ന അടുത്ത വരിയിൽ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വരിയുടെ ഒരു കണ്ടിന്യൂവേഷനാണ്. അതായത് ഇവിടെ ഈ ഒരു ഹ്യൂമൻ മിസറി എന്ന് പറയുന്നത് റൈസ് ചെയ്യുന്നുണ്ട്, ഫോൾ ചെയ്യുന്നുണ്ട്. ഈ സാഡ്നെസ്സും സഫറിങ്ങും മോറൽ സ്ട്രഗിൾസും എല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ പുതിയ കാലഘട്ടം പഴയ കാലഘട്ടം എന്നൊന്നുമില്ല. ഏത് കാലഘട്ടത്തിലുള്ള ആളുകളാണെങ്കിലും എന്ത് ചെയ്യുന്നു, സെയിം സോറോ അല്ലെങ്കിൽ സെയിം ഇമോഷണൽ കോംപ്ലക്സിറ്റിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ സാഡ്നെസ് എന്ന് പറയുന്ന ഫീലിംഗ് അല്ലെങ്കിൽ സോറോ എന്ന് പറയുന്നത് ടൈംലെസ് ആണ് എന്നാണ്. അടുത്ത ലൈനിൽ വി ഫൈൻഡ് ഓൾസോ ഇൻ ദ സൗണ്ട് എ തോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർണോൾഡ് ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ്. അതായത് സൊഫോക്കിൾസ് ഒരിക്കലും ഈ സീൻ്റെ സൗണ്ട് കേട്ട് ആ ഒരു ഹ്യൂമൻ സഫറിങ്ങിൻ്റെ മെസ്സേജ് അതിൽ നിന്ന് മനസ്സിലാക്കിയ പോലെ ഇന്നത്തെ ഈ ഒരു മോഡേൺ ഏജിലുള്ള നമ്മളും എന്താണ്, സെയിം കൈൻഡ് ഓഫ് തോട്ടാണ് ഈ വേവ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് സീ ഒരു യൂണിവേഴ്സൽ വോയിസ് ഉണ്ട് സീക്ക്, ഈ കടല് എന്ന് പറയുന്നതിന് ഒരു യൂണിവേഴ്സൽ വോയിസ് ഉണ്ട്. അതിലൂടെ അത് നമ്മളോട് എന്താ പറയുന്നത്, നമ്മളുടെ മനുഷ്യ ജീവിതത്തിലെ പെയിന്, അൺസർട്ടൈനിറ്റി, ഇമോഷണൽ ഡെപ്ത്, ഇതിനെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെന്നുള്ളതാണ്. ഹിയറിങ് ഇറ്റ് ബൈ ദിസ് ഡിസ്റ്റന്റ് നോർത്തേൺ സീ എന്ന് പറയുന്നതിലൂടെ അർണോൾഡ് എന്താ പറയുന്നത്, അർണോൾഡും അയാളുടെ ലിസണറും ഗ്രീസിൽ നിന്ന് എത്രയോ അകലെയാണ്. അതായത് നോർത്തേൺ സീ, ഇംഗ്ലീഷ് ചാനലിൻ്റെ അവിടെയാണ് അവർ നിൽക്കുന്നത്. എന്നാലും ഈ സീ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സെയിമാണ്.
അതായത് ഈ ഒരു മോഡേൺ സീ അല്ലെങ്കിൽ മോഡേൺ കാലഘട്ടത്തിലെ സീൻ്റെ വേവ്സ് എന്ത് തന്നെയാണ്, പഴയ കാലഘട്ടത്തിലെ ആ വേവ്സ് തന്ന അതേ മെസ്സേജ് തന്നെയാണ് നമുക്ക് തരുന്നത്. അതായത് ആ ഒരു സാഡ് ട്രൂത്ത് ഓഫ് ഹ്യൂമൻ ലൈഫാണ് നമുക്കും പറഞ്ഞിരുന്നത്. ഇത് ഓൾറെഡി ഈ സീ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സൊഫോക്കിൾസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൊഫോക്കിൾസ് ഇത് കുറച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ, നോ മാറ്റർ വേർ ഓർ വെൻ വി ലിവ്, നമ്മളെല്ലാവരും ഈ ഒരു സെയിം ഡീപ്പ് ഫീലിങ്സ് കൊണ്ട് എപ്പോഴും ഹോണ്ട് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അടുത്ത ലൈനിൽ ദ സീ ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അർണോൾഡ് ഇവിടെ എന്താ ഒരു സിംബോളിക് ഇമേജ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സീനെ ഒരു റിലീജിയസ് ഫെയ്ത്തുമായിട്ട്, മതപരമായിട്ടുള്ള ഒരു വിശ്വാസവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ദ സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കൽ ഈ ലോകത്തെ ചുറ്റപ്പെട്ടതായിരുന്നു. അതായത് ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരിക്കൽ റിലീജിയസ്, അതായത് മതപരമായിട്ടുള്ള വിശ്വാസികളായിരുന്നു. അവർ ഈ ഒരു റിലീജിയസ് വിശ്വാസത്തിൽ കംഫേർട്ടും സ്പിരിച്വൽ യൂണിറ്റി, പർപ്പസ് ഇതെല്ലാം കണ്ടെത്തിയവരായിരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അന്ന് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താ, വളരെ മീനിങ് ഫുള്ളും സെർട്ടേനിറ്റിയും ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു നമ്മളുടെ എന്ന് പറയുന്നത്. വാസ് വൺസ് ടു അറ്റ് ദ ഫുൾ ആൻഡ് റൗണ്ട് എർത്ത് ഷോർ എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ഈ ലോകത്ത് ഒരിക്കൽ എന്നാണ്, വൺസ് എന്നാണ് പറയുന്നത്. ഈ റിലീജിയസ് ബിലീഫ് കംപ്ലീറ്റ് ആയിട്ട് ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ടച്ചിങ് എവ്രി ഷോർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, നമ്മളുടെ മനുഷ്യൻ്റെ ഈ ഒരു എക്സിസ്റ്റൻസിൻ്റെ എല്ലാ തീരത്തെയും തട്ടി നിൽക്കുന്ന ഒരു ടൈഡായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ എന്താണ്, ഈ ആ കാലഘട്ടത്തിൽ വളരെ സ്പിരിച്വലി സപ്പോർട്ടഡും സേഫും ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ഈ ഒരു സീ എത്രത്തോളം കാമാണോ അതുപോലെയായിരുന്നു അവർക്ക് ഫീൽ ചെയ്തിരുന്നത്. അതായത് ആ ഒരു പഴയ പാസ്റ്റിലുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ലേ ലൈക്ക് ദ ഫോൾസ് ഓഫ് എ ബ്രൈറ്റ് ഗേർഡൽ ഫേൾഡ്. ഈ വരിയിൽ അർണോൾഡ് എന്താ കാണിക്കുന്നത്, നമ്മളുടെ ആ ഒരു സ്ട്രോങ് വിശ്വാസത്തെ, സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫെയ്ത്തിനെ, പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ആ ഒരു സ്ട്രോങ് ഫെയ്ത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഇമേജാണ് തരുന്നത്. അപ്പോൾ ഈ സീ എന്ന് പറയുന്ന ആ ഒരു ബിലീഫ് നമ്മളുടെ ഈ ലോകത്തെ ഒരു ബ്രൈറ്റ് കളേർഡ് ബെൽറ്റ് പോലെയാണ് ചുറ്റപ്പെട്ടിരുന്നത്. അത് വളരെ ജെൻറ്റ്ലി ആയിട്ടാണ് നമ്മൾ ഈ ലോകത്തിന് ചുറ്റും റാപ്പ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഫേൾഡ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം റോൾഡ് അപ്പ് നീറ്റ്ലി എന്നാണ്. അതായത് വളരെ വൃത്തിയിലാണ് അത് ചുറ്റപ്പെട്ടിട്ടുള്ളത്. പീസ്ഫുള്ളായിട്ട് ബ്യൂട്ടി, ഹാർമണി ഇതെല്ലാമാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വേൾഡിനെ ഈ ഒരു റിലീജിയസ് ബിലീഫ് കൊണ്ട് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞത് എന്തിനാണ്, ഈ ലോകത്തെ ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞതും ഇത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടതും എന്തുകൊണ്ടാണ്, ഈ ഒരു ബിലീഫ് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ബട്ട് നൗ ഐ ഓൺലി ഹിയർ ഇറ്റ്സ് മെലാൻകലി ലോങ് വിത്ത്ഡ്രോയിങ് റോർ എന്നാണ് പറയുന്നത്. അപ്പോൾ അർണോൾഡ് ഇപ്പോൾ എന്താണ്, ആ ഒരു ബ്യൂട്ടിയിൽ നിന്നും തിരിച്ച് സോറോയിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ അദ്ദേഹത്തിന് എന്താ കാണുന്നത്, ആ ഒരു ഫുൾനെസ് ഓഫ് ഫെയ്ത്ത് ഇപ്പോൾ കാണാനേ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ആകെ എന്താ ഇയാൾക്ക് കേൾക്കാൻ കഴിയുന്നത്, ഈ ഒരു സാഡ്നെസ്, ഇത് മാത്രമാണ് ഇയാൾക്ക് ഈ ഒരു സീൻ്റെ ഈ ഒരു ശബ്ദത്തിലൂടെ കേൾക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഹാർട്ട് ബ്രേക്കിംഗ് ഇമേജാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ വിട്ടു പോവുക എന്ന് മാത്രമല്ല, ഫെയ്ഡിങ് ആണെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ലീവിങ് ദ വേൾഡ്. അതായത് ഈ ഭൂമിയെയും വിട്ടു പോവുകയാണ്. അത് ജസ്റ്റ് ഫെയ്ത്ത് ഫെയ്ഡ് ചെയ്ത് പോവുക മാത്രമല്ല, ഈ ഭൂമിയെയും വിട്ടു പോവുകയാണ്. അതുമാത്രമല്ല, ഈ ഭൂമിയെ കൂടുതൽ എന്താണ് ആഴമേറിയ ഒരു ദുഃഖത്തിലേക്ക് പറഞ്ഞു വിടുകയാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പോയറ്റിന് എന്താണ്, ഈ ഒരു സ്പിരിച്വൽ സെർട്ടനിറ്റിയിൽ നിന്ന് അബാൻഡൻ ചെയ്യപ്പെട്ടൊരു ഫീലിംഗ് ആണ് വരുന്നത്. അതാണ് ഒരിക്കൽ ഈ ഹ്യൂമാനിറ്റിയെ കംഫേർട്ട് ചെയ്ത് നിർത്തിയിരുന്നത്. അടുത്ത ലൈനിൽ റിട്രീറ്റിംഗ് ടു ദ ബ്രെത്ത് ഓഫ് ദ നൈറ്റ് വിൻഡ് എന്ന് പറയുന്നത് അർണോൾഡ് എന്താ, ആ സീ ഓഫ് ഫെയ്ത്ത് നമ്മളെ വിട്ടു പോകുന്ന ആ ഒരു ഇമേജിനെ കാണിച്ചു തരികയാണ്. അതായത് ഈ ഒരു നൈറ്റ് വിൻഡിൻ്റെ ആ ഒരു ജെൻറ്റിൽ ബ്രെത്തിലൂടെ ഇത് നമ്മളുടെ അടുത്ത് നിന്ന് അകന്നു പോവുകയാണെന്നുള്ളതാണ്. ഈ ഒരു ഡിപ്പാർച്ചറിനെ എങ്ങനെ അദ്ദേഹം കാണിച്ചിട്ടുള്ളത്, വളരെ ക്വയറ്റ് ആയിട്ടുള്ള, സ്ലോ ആയിട്ടുള്ള, ഒരു ഗോസ്ലി പോലെയുള്ള ഒരു ഡിപ്പാർച്ചറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അല്ലാതെ സാധാരണ ഒരു ഡ്രമാറ്റിക്കോ വളരെ ഡീപ്ലി സോറോഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിപ്പാർച്ചറായിട്ടല്ല ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത് എന്താ, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് തന്നെ വാനിഷായി പോയ ഒരു സംഭവമല്ല. ഇത് വളരെ പതുക്കെ നമ്മളുടെ അടുത്ത് നിന്ന് സ്ലിപ്പ് ചെയ്ത് പോയതാണ്. പലരും അതിനെ നോട്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം.
അതായത് നമ്മളുടെ വിൻഡിൽ ഒരു മിസ്റ്റ് എങ്ങനെയാണോ ക്യാരി ഓഫ് ചെയ്ത് പോകുന്നത് അതുപോലെ പോയതാണ്, വളരെ അൺനോട്ടീസ്ഡ് ആയിട്ട് പതുക്കെ നമ്മളുടെ അടുത്ത് നിന്ന് സ്ലിപ്പ് ചെയ്ത് പോയതാണ് ഈ ഒരു റിലീജിയസ് ബിലീഫ് എന്ന് പറയുന്നത്. അടുത്തത് ഡൗൺ ദ വാസ്റ്റ് എഡ്ജസ് ഡ്രെയർ ആൻഡ് നേക്ഡ് ഷിംഗിൾസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സീ ഓഫ് ഫെയ്ത്ത് തിരിച്ച് ഈ ഒരു ഫെയ്ത്ത് നമ്മളെ വിട്ട് ഈ പോകുന്ന സമയത്ത് അവിടെ ബാക്കി വരുന്നത് എന്താ? വളരെ ചില പെബിൾസ് മാത്രമാണ്, ചില സ്റ്റോൺസ് മാത്രമാണ് അത് ആ ബീച്ചിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അർണോൾഡ് പറയുന്നത് എന്താ? ഈ ഫെയ്ത്ത് ഇല്ലാത്ത ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് എംപ്റ്റി ആയിട്ടുള്ള, കോൾഡ് ആയിട്ടുള്ള, എക്സ്പോസ്ഡ് ആയിട്ടുള്ളതാണ് എന്നാണ്. അതായത് ഇത് ഒരു ഡെസേർട്ടഡ് കോസ്റ്റ് ലൈൻ പോലെയാണ്. അതുപോലെ തന്നെ ഈ വേൾഡ് നമുക്ക് ഹ്യൂജായി തോന്നാം, അതേസമയം ലോൺലിയുമാണ്, സന്തോഷവും ഇതൊന്നുമില്ലാത്ത ഒരു ഹ്യൂജ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഷെൽട്ടർ ഇല്ല, ബ്യൂട്ടി ഇല്ല, ജസ്റ്റ് ബ്ലീക്ക്നെസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അർണോൾഡ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു മോഡേൺ ലൈഫിനെ കാണുന്നത്. ഇവിടെ എന്താ? വിശ്വാസത്തിൻ്റെ ആ ഒരു കംഫർട്ടിങ് പ്രസൻസ് ഒട്ടും തന്നെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ലവ് ലെറ്റ് us ബി ട്രൂ. അപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മളുടെ ഈ പോയത്തിൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു ഫെയ്ത്ത് നഷ്ടപ്പെട്ടു, അതിനുശേഷം എന്താ പറയുക, ഫെയ്ത്ത് നഷ്ടപ്പെട്ടതിന് ശേഷം മോഡേൺ ലൈഫിൻ്റെ സാഡ്നെസ്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഡ്നെസ്സിലും അർണോൾഡ് തൻ്റെ ഈ ഒരു ബിലൗഡിനോട് പറയുകയാണ്, ലൈക്ക് എന്താ പറയുക, നീ ആത്മാർത്ഥമായിട്ട് ലോയലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണം എന്നുള്ളത് അപേക്ഷിക്കുകയാണ്. ഈ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് തുടങ്ങുന്നുണ്ട്. അതെന്താ ഷോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡീപ്പ് ഫീലിങ്ങിനെ ആണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ ലോകത്ത് ഇനി വിശ്വസിക്കാനൊന്നും ബാക്കിയില്ലെങ്കിലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പരസ്പരം രണ്ടുപേരോടും ട്രൂ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അടുത്ത വരിയിൽ എന്താ പറയുന്നത് വെച്ചാൽ ടു വൺ അനദർ എന്ന് പറയുന്നത് നേരത്തെ വരിയെ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ലോകത്ത് മുഴുവനും കൺഫ്യൂഷനും ഡൗട്ടും നിറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ഇനി ബാക്കിയുള്ളത് ഈ ഒരു ഹ്യൂമൻ ലവും ഓണസ്റ്റിയുമാണ്, ഈ ട്രൂത്ത്ഫുൾനെസ്സുമാണ്. അപ്പോൾ അർണോൾഡ് എന്താ പറയുന്നത്? ഈ ഒരു ജെനുവിൻ ലവ് ആൻഡ് ട്രസ്റ്റ്, രണ്ടാളുകൾക്കിടയിലുള്ള ഈ ലവ് ആൻഡ് ട്രസ്റ്റിന് എന്താണ്? ഇപ്പോഴും മീനിങ്ങും സേഫ്റ്റിയും കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഫോർ ദ വേൾഡ് വിച്ച് സീംസ്. അപ്പോൾ ഈ വേൾഡിനെ എങ്ങനെ ഇയാൾ പറയുന്നത്? മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് കാണാൻ മാത്രമേ അതിൽ ജോയും പർപ്പസൊക്കെ ഉള്ളൂ, സന്തോഷവും ഒരു പർപ്പസൊക്കെ നമുക്ക് കാണുമ്പോൾ മാത്രമേ തോന്നുള്ളൂ. അതൊരു ഇല്യൂഷനാണ് എന്നാണ് പറയുന്നത്. അതായത് പുറമേ ഭയങ്കര സൗന്ദര്യമുണ്ടെങ്കിലും അതൊരിക്കലും റിയൽ അല്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ടു ലൈ ബിഫോർ അസ് ലൈക്ക് എ ലാൻഡ് ഓഫ് ഡ്രീംസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു നോട്ടത്തിൽ വേൾഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രീം ലാൻഡ് പോലെ തോന്നാം. ഇവിടെ ഫുൾ പ്രോമിസ്, പീസ്, പ്ലഷറൊക്കെ ഉള്ളതുപോലെ തോന്നാം. പക്ഷേ ഈ ഒരു ഇമേജിനെ നമ്മുടെ അർണോൾഡ് ട്രസ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ചെയ്യാണ് നമ്മളുടെ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് സർഫേസിൽ മാത്രമാണ്. അതായത് ഇതെന്തുപോലെയാണ്, നമ്മൾ ഉണർന്നു വരുമ്പോൾ ഫെയ്ഡ് ചെയ്തു പോകുന്ന ഒരു സ്വപ്നം പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം ദാറ്റ് ഫെയ്ഡ്സ് വെൻ യു വേക്ക് അപ്പ് എന്നാണ് പറയുന്നത്. സോ വേരിയസ്, സോ ബ്യൂട്ടിഫുൾ, സോ ന്യൂ എന്ന് പറയുന്നത് അദ്ദേഹം ഈ വേൾഡ് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒരുപാട് ബ്യൂട്ടി ഉണ്ട്, ഒരുപാട് ഫ്രഷ്നെസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടും ഒരുപാട് സാധ്യതകൾ നിറഞ്ഞ ഒരു ലോകമായിട്ടൊക്കെ തോന്നപ്പെടാം. പക്ഷേ വീണ്ടും പറയുന്നത് എന്താ? ഇത് അപ്പിയറൻസ് മാത്രമാണ്, റിയാലിറ്റി അല്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു ഇമേജ് നമുക്ക് കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ അടുത്ത ആ ഒരു വരിയിൽ അദ്ദേഹം ഈ ഇമേജിനെ പൊളിച്ചടക്കുന്നുണ്ട്. ഹാത്ത് റിയലി നെയ്തർ ജോയ് നോർ ലവ് നോർ ലൈറ്റ്. അതായത് ഇവിടെ ഒന്നുമില്ല, ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ സന്തോഷമില്ല, സ്നേഹമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജോയ്, ലവ് ആൻഡ് ലൈറ്റ്, അതായത് ഹാപ്പിനെസ്, അഫെക്ഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഈ മോഡേൺ സൊസൈറ്റിയിൽ എന്താണ് കാണുന്നില്ല, മിസ്സിങ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് എന്താണ് ഈ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ലൈനിൽ നോ സെർട്ടിറ്റ്യൂഡ് നോർ പീസ് നോർ ഹെൽപ്പ് ഫോർ പെയിൻ. അതായത് ഇവിടെ എന്താ പറയുക, ഒരു ഫേം ആയിട്ടുള്ളൊരു വിശ്വാസമില്ല, ഈ ലോകത്തൊരു സെർട്ടൈനിറ്റി ഇല്ല. ഈ മോഡേൺ വേൾഡിൽ നമുക്കൊരു സമാധാനമോ അല്ലെങ്കിൽ ഈ സഫറിങ്സിൽ നിന്നൊരു കംഫേർട്ടോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ്റെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ ഈ മോഡേൺ ഏജ് നമ്മൾ മനുഷ്യർക്ക് ഇതൊന്നും ഓഫർ ചെയ്തിരുന്നില്ല. അതായത് ഈ ഒരു ഫെയ്ത്ത് ഇല്ലാതെ എത്രത്തോളം അബാൻഡൻഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് ഈ ലോകത്ത് ഉണ്ടാവുന്നത് എന്നാണ് അർണോൾഡ് കാണിച്ചിരുന്നത്. ആൻഡ് വി ആർ ഹിയർ ആസ് ഓൺ എ ഡാർക്ലിംഗ് പ്ലെയിൻ. അതായത് ഹ്യൂമൻ ലൈഫിൻ്റെ ആ ഒരു എന്താ പറയുക, ഡാർക്കനിങ്, ഇരുണ്ട ആ ഒരു ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്ന ആ ഒരു ഇമേജ്, ആ ഒരു ഹോണ്ടിങ് ഇമേജാണ് ഇവിടെ കാണിച്ചിരുന്നത്. അർണോൾഡിന് ഫീൽ ചെയ്യുന്നത് എന്താ, ആളുകൾ ഈ ഒരു ഇരുട്ടിൽ ലോസ്റ്റായി പോയിരിക്കുകയാണ്. അതായത് എവിടേക്കാണ് ഇവർ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് വിശ്വസിക്കേണ്ടത് ഒന്നും അറിയാതെ ഒരുപാട് ആളുകൾ അലഞ്ഞ് നടക്കുകയാണ്. ഈ വേൾഡിനെ വളരെ ഷാഡോയി ആയിട്ടുള്ള ഒരു എംപ്റ്റി സ്പേസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഒന്നും തന്നെ ക്ലിയർ അല്ല എന്നാണ് പറയുന്നത്. Swept with confused alarms of struggle and flight, where ignorant armies clash by night. ഇവിടെ അർണോൾഡ് നമ്മുടെ ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത് ഒരു പവർഫുൾ മെറ്റഫർ വെച്ചിട്ടാണ്. അതായത് ഈ ലോകം എന്ന് പറയുന്നത് ഇരുട്ടത്ത് കണ്ണ് കാണാതെ യുദ്ധം ചെയ്യുന്ന ആർമീനെ പോലെ ഉള്ളൊരു സ്ഥലമാണ്. മീൻസ് കണ്ണ് കാണാത്ത യുദ്ധം ചെയ്യുന്ന ആർമികളുള്ള ഒരു സ്ഥലം. ഇവിടെ എന്തറിയുന്നില്ല, അവരെന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല, ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഈ മോഡേൺ സൊസൈറ്റി ഫുൾ ഓഫ് കോൺഫ്ലിക്റ്റ്, കൺഫ്യൂഷൻ, മീനിങ്ലെസ് ആയിട്ടുള്ള വയലൻസ്, ഇതൊക്കെ നിറഞ്ഞതാണ് എന്നാണ് നമ്മുടെ അർണോൾഡ് പറയുന്നത്. ഇത് വാർ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ ഡെയിലി ലൈഫ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, വിശ്വാസങ്ങളായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അന്ധമായിട്ട് യുദ്ധം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ലോകം എന്നാണ് പറയുന്നത്. ഇവിടെ ആളുകൾ എങ്ങനെയാണ്, ഇഗ്നോറൻ്റ് ആമീസിനെ പോലെയാണ്, വെറുതെ തർക്കിക്കുകയാണ്, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവരാരും പരസ്പരം മനസ്സിലാക്കുന്നില്ല. അവർക്ക് എന്താ പറയുക, എന്താണ് അവരുടെ പർപ്പസ്, ഇതൊന്നും അറിയാതെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അർണോൾഡ് ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ലോകത്തിന് അതിൻ്റെ മോറൽ കോമ്പസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഓൺലി ഹോപ്പ് ഇനി ഉള്ളത്, ഓൾറെഡി നമ്മളുടെ റിലീജിയസ് ബിലീഫൊക്കെ പോയി, ഇനി നമുക്ക് ആകെ പറ്റുന്നത് പരസ്പരം ലവ് ചെയ്യാനും അതുപോലെ തന്നെ ഓണസ്റ്റായിട്ട് നിൽക്കാനും എന്നുള്ളതാണ്. ഈ ഒരു ഡാർക്കായിട്ടുള്ള, ഈ ഒരു കയോട്ടിക് ആയിട്ടുള്ള വേൾഡിൽ നമുക്ക് ലവ് എല്ലാം ഫിക്സ് ചെയ്തോളണമെന്നില്ല. എന്നാലും നമുക്ക് ആകെ ഉള്ളൊരു ഓൺലി ലൈറ്റ് ദാറ്റ് ഈസ് ലെഫ്റ്റ്, അല്ലെങ്കിൽ ഓൺലി ഹോപ്പ് ദാറ്റ് ഈസ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ ലവ് എന്നുള്ളൊരു കാര്യമാണ്. ലവ് ആൻഡ് ഓണസ്റ്റി. ഇനി ഈ പോമിൻ്റെ അനാലിസിസ് നോക്കാം. ഇതിൻ്റെ ടോൺ എന്ന് പറയുന്നത് ആദ്യം ഒരു കാം ആൻഡ് റൊമാൻറ്റിക് ടോണിൽ തുടങ്ങിയിട്ട് പിന്നീട് മെലാൻക്കലിക്കും അതുപോലെ ഡീപ്ലി ഫിലോസഫിക്കലുമായിട്ടുള്ള ഒരു ടോണിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇമേജറീസ് എന്ന് പറയുന്നത് നമുക്ക് സീൻ്റെ വിഷ്വൽസ് കാണാം, മൂൺലൈറ്റ് കാണാം, വേവ്സ് കാണാം. ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഒരു സോറോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇമേജാണ് നമുക്ക് തരുന്നത്. അതുപോലെ അടുത്തത് സിംബോളിസമാണ്. സിംബോളിസം ഇവിടെ സീ എന്ന് പറയുന്നത് നേച്ചറിനെയും ടൈമിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു റിലീജിയനും ആ ഒരു വിശ്വാസത്തെയൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ നെയ്ക്ഡ് ഷിംഗിൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഫെയ്ത്ത് ഇല്ലാത്ത ഈ ഒരു ലോകം, അല്ലെങ്കിൽ സ്പിരിച്വൽ കംഫേർട്ട് ഇല്ലാത്ത ഈ ഒരു ലോകത്തെയാണ് നെയ്ക്ഡ് ഷിംഗിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പോയം ഒരു ഡ്രമാറ്റിക് മോണോലോഗിലാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ എന്താ പറയുക, റൈമിങ് സ്കീം ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു തോട്ട് പോലെയാണ്, ഒരു തോട്ടാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അടുത്തത് തീംസ് നോക്കാനാണെങ്കിൽ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടത്, ലോസ് ഓഫ് ഫെയ്ത്ത് ആണ്. റിലീജിയസ് ബിലീഫ് ഈ മോഡേൺ വേൾഡിൽ നിന്ന് ഫെയ്ഡ് ചെയ്ത് പോകുന്നതിൽ വിലപിക്കുന്ന അർണോൾഡിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഹ്യൂമൻ മിസറി, ഹ്യൂമൻ ലൈഫിൽ ഫുൾ ഓഫ് സ്ട്രഗിളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നു. അതുപോലെ തന്നെ ലവ് ആസ് റെഫ്യൂജ്, അതായത് ഈ ഒരു അൺസർട്ടൈനിറ്റി നിറഞ്ഞ ഈ ഒരു വേൾഡിൽ നമുക്ക് ആകെ ഉള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് ലവ് ആൻഡ് ഓണസ്റ്റിയാണ്. അപ്പോൾ അതാണുള്ളത്. പിന്നെ അൺസർട്ടനിറ്റി ഓഫ് മോഡേൺ വേൾഡ്, ഇവിടെ എന്താ, ഈ ഒരു ലോകത്ത് ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല, പീസ് ഇല്ല, മീനിങ് ഇല്ല, പർപ്പസ് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേച്ചർ ആൻഡ് ഇമോഷൻ, നേച്ചർ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ ഇമോഷൻസിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് സീൻ്റെ ആ ഒരു സാഡ് സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരുടെ ഇൻറ്റേർണൽ സോറോവിനെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോമിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.